ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചെറിയൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോളേ ഇപ്പോൾ നമ്മളുള്ളത് പാലക്കാടാട്ടോ. പാലക്കാട് നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിക്ക് ഓട്ടം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഓട്ടൊന്നും എടുക്കാൻ പറ്റുമോ എന്നൊക്കെ വേണ്ടി വന്നിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു വയലിലാണ്, പാടത്ത്. നമ്മൾ ഓട്ടങ്ങൾക്ക് അറിയാമല്ലോ വൈക്കോലാണെന്നുള്ളത്. അപ്പോൾ വൈക്കോലിൻ്റെ കെട്ടെടുക്കാൻ വേണ്ടി വന്നേനി. സത്യം പറയട്ടോ, വല്ലാത്തൊരവസ്ഥ അവിടെ. കഷ്ടം. കർഷകരുടെ കാര്യം ആലോചിക്കുമ്പോഴേ സങ്കടം വരുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ വെള്ളത്തിലായി മൊത്തം. ഇവർ കൊയ്തിട്ട് വൈക്കോലെടുത്ത് വൈക്കോല് കെട്ടാൻ പറ്റിയില്ല. അപ്പോഴേക്കും അത് മഴ പെയ്ത് വെള്ളത്തിലായി. പിന്നെ കുറേ ആളുകൾ കൊയ്യാനായത് ഉണങ്ങിയത് കൊയ്ത്ത് നാളെ 2 ദിവസത്തിൻ്റെ ഇടയ്ക്ക് കൊയ്യാന്നുള്ള പ്ലാനിങ്ങിൽ നിന്ന ആളുകൾ, അതൊക്കെ അതും കുറേ വെള്ളത്തിലായി. വീണ് കിടന്ന് ചളി കിടന്ന് നെല്ല് പോയി. നെല്ല് വെള്ളത്തിൽ വീണ് കിടന്നാൽ പിന്നെ എന്താ ഉണ്ടാവുക നമുക്കറിയില്ലേ. അപ്പോൾ അങ്ങനെ ദയനീയമായൊരു അവസ്ഥയുണ്ട് പാലക്കാട് ഇപ്പോൾ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഭയങ്കര സങ്കടമുണ്ട് ഓരോന്നും കാണുമ്പോൾ. അപ്പോൾ നമുക്കിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വൈക്കോലെടുത്ത് ഓടുന്ന ഓട്ടാണ്, നാട് കൊണ്ടുപോയി വിൽപ്പനയാണ്. അതിന് മാത്രമേ ക്ഷീണം പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഈ കർഷകർക്ക് അങ്ങനെയൊന്നുമല്ല. കർഷകർക്ക് ഒരുപാട് അവസ്ഥകളാണ്. അവരെ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലം, അവരുടെ പ്രതീക്ഷകൾ, പിന്നെ മഴ അത് ആവശ്യത്തിന് വേണം. അത് നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ കാലവർഷം മഴ കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കേരളം ഒട്ടാകെ മഴ പെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ വെള്ളത്തിനൊന്നും പ്രയാസം ഉണ്ടാവില്ല ഈ പ്രാവശ്യം. പക്ഷേ ഇവിടെ കർഷകർ കുറച്ച് പ്രയാസം പറ്റി. ഇവരുടെ മുതലൊക്കെ പോയ അവസ്ഥയിലാണ്. അപ്പോൾ കണ്ടങ്ങൾ വൈക്കോൽ കെട്ടുകൾ ഒക്കെ കെട്ടിയിട്ടേക്കോ കേട്ടോ. പക്ഷെ മൊത്തം നനഞ്ഞു പോയി. അപ്പോൾ എന്തായാലും ഞാൻ വിവരങ്ങൾ ബാക്കി വീഡിയോസിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ വൈക്കോല് നമുക്ക് ശരിക്കും നോക്കാതെ നാട്ടിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെട്ടൊക്കെ പൊട്ടിച്ച് അകത്ത് വെള്ളമുണ്ടോ നോക്കിയിട്ട് പൂപ്പലുണ്ടോ നോക്കണം. ഇപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ആരും പേടിക്കേണ്ട, കൊണ്ടുപോയി നമുക്ക് ഉണക്കിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ അവിടെ കൊണ്ടുപോയി വിൽപ്പന നടത്തിയിട്ട് പിന്നെ ഈ സാധനം മോശമാകുമ്പോൾ ആളുകൾക്ക് ഭ്രാന്താവും, നമ്മുടെ ദേഷ്യമാവും. അവരെ പണ്ട് കാലം അവരുടെ പൈസ അല്ലേ പോണേ. അപ്പോൾ നമ്മൾ മൊത്തം ചെക്ക് ചെയ്യട്ടെ ആദ്യം, നമുക്കിത് കയറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഈ വൈക്കോലിൻ്റെ അകത്തൊക്കെ വെള്ളം കേട്ടോ. കേട്ടോ, അത് മൊത്തം നനഞ്ഞു പോയി. പുറമേ ഇച്ചിരി ഉണങ്ങി കാണുന്നുണ്ട്, അകത്തൊക്കെ മൊത്തം വെള്ളമാണ്. അപ്പോൾ ഇവരോട് നമുക്ക് സഹകരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് നമ്മളെ നാട്ടിൽ കൊണ്ട് നമുക്ക് വിൽക്കാൻ പറ്റില്ല. ഇവിടെ കർഷകരെ നമുക്ക് ചൂഷണം ചെയ്യാൻ പറ്റില്ലല്ലോ ഇവിടുത്തെ. പക്ഷേ ഇതോ നമ്മളെ നാട്ടിൽ കൊണ്ട് വിൽക്കാൻ പറ്റില്ല. കാരണം ഫുള്ള് പൂപ്പൽ വൈറ്റ് കയറിയിട്ടുണ്ട്. കാരണം അത് കന്നാക്ക് കൊടുത്താൽ വയറ്റിളക്ക അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഘട്ടമൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. മൊത്തം പൊട്ടിച്ച് നോക്കിയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം നല്ല അടിച്ചപൊളി വൈക്കോലാണ്. കന്ന് വളർത്തുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവും. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇത് കുഴപ്പമില്ല, ഇത് കൊണ്ടുവരെയെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് അധികം എടുക്കുന്ന കസ്റ്റമർക്ക് ഇതൊക്കെ കാട്ടി കൊടുക്കും. അവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് ക്യാൻസലാക്കും. ഇതാണ് വൈക്കോൽക്കെട്ടിൻ്റെ അവസ്ഥ. ഇതൊക്കെ നനവാണ്. കണ്ടത് ഒരു പാടത്തുനിന്ന് ഈ വരമ്പത്തേക്ക് കയറ്റി വെച്ചാണ് അവർ. അവിടെ അതൊക്കെ അഴുക്കായിപ്പോയി. അകത്തൊക്കെ വെള്ളമാവും. ഇത് ഈ പാടത്തിരുന്നിട്ടേ അകത്തോട്ട് വെള്ളം കയറിയിട്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് അങ്ങനെ വിശ്വസിച്ച് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല നാട്ടിൽ. അപ്പോൾ ഇത് കണ്ടെങ്കിൽ ഈ കാഴ്ചകൾ, ഇത് വൈക്കോലാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് മഴയും കൂടി തട്ടിയപ്പോഴേ അങ്ങ് ഒതുങ്ങി പോവാണ്. മറ്റേത് പൊങ്ങി കിടക്കും കുറച്ചൊക്കെ. അപ്പോൾ മൊത്തം ഈ കണ്ടതിലെ വൈക്കോല് മൊത്തം വേസ്റ്റായിപ്പോയി. അവർക്ക് അവരുടെ ക്യാഷ് പോയി. കൊയ്തിട്ട് വൈക്കോലൊക്കെ അവിടെ കിടക്കുകയാണ്. അത് മഴ തട്ടി ഒതുങ്ങി കിടക്കുക കേട്ടോ. ഇതാണ് അവസ്ഥ മക്കളെ, കണ്ടില്ലേ? ഇതൊക്കെയാണ് അവസ്ഥ. നേരത്തൊക്കെ ആ പൂപ്പൽ കയറി. ഇതിപ്പോൾ ഇനി എങ്ങനെ കർഷകർക്ക് വിറ്റാൽ പോവില്ല. ഇവർക്കിത് ഒരു കെട്ട് കെട്ടണമെങ്കിൽ തന്നെ 35, 37, 38 രൂപ ഒരു കെട്ട് കെട്ടാൻ കൂലി വരും, ചിലവ് വരും. ട്രാക്ടർ മെഷീൻ കെട്ടിന് ഒരു കെട്ട് കെട്ടണമെങ്കിൽ 35 രൂപ 38 രൂപ ഒക്കെ റേറ്റ് വരുന്നുണ്ട്. ആ പൈസയും പോയി. ഇവർക്ക് അങ്ങനെ അത്ര സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ ഇപ്പോൾ ആര് കാണാനല്ലേ, ആരോട് പറയാൻ? നമ്മളിങ്ങനെ വന്ന് വിഷമം പറയാമെന്നല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ. സങ്കടമുണ്ട്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇന്ന് ഇങ്ങനെയാണ്. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്കൊന്ന് പോയി നോക്കാം.
നമ്മൾ വണ്ടി ഇവിടെ ഉണ്ടോ, വണ്ടി ഇവിടെ വന്ന് നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ പാടത്തിൻ്റെ സൈഡിൽ റോഡിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എണ്ണ പൈസ 2000 രൂപ ചിലവ് വരും. നമുക്കത് പോകുന്നു കൂട്ടിക്കോ, നമ്മളെ ഇന്നത്തെ ചിലവും ഇപ്പോൾ 2500 റുപ്യ നമുക്ക് ചിലവ് വരും. പക്ഷേ അതിലും വിഷമമുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ അങ്ങനെ നനഞ്ഞ് കിടക്കുന്ന അകത്തൊക്കെ വെള്ളം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവരുടെ അവസ്ഥ കേട്ടോ, കർഷകരുടെ അവസ്ഥ. നമുക്ക് ബാക്കി നോക്കാം, എവിടേക്ക് എന്തൊക്കെ അവസ്ഥ നോക്കട്ടെ. ഓക്കെ. പിന്നെ ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടെ ഉള്ള സ്റ്റോക്ക് ചെയ്ത വൈക്കോൽ. ഇവർ ഇതിപ്പോൾ പുതിയ വൈക്കോലാണ്, പക്ഷേ ഇതൊക്കെ മഴ തട്ടിയിട്ടുണ്ട്. മഴ തട്ടിയിട്ട് ഇവർ കെട്ടി കൊടുന്ന് വെച്ചേക്കാണ്. അപ്പോൾ ഒന്ന് ഇളക്കി ഉണക്കി കണ്ടാ, ഇതൊക്കെ ഇപ്പോൾ ചെള്ള് സാധനമാണ്. നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനം. ഇതൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇതിനകത്ത്, അതൊക്കെ അഴുക്കായിട്ടുണ്ട്. ഇപ്പോൾ അവർ വേറെ ഐഡിയ ചെയ്തുകൊണ്ട് നിൽക്കണ്ടോ, ഈ സാധനം ഒരു തവണ ഇതുപോലെ റോളാക്കിയിട്ട് അട്ടിയിട്ട സാധനമാണ് മഴ കണ്ടപ്പോൾ. പിന്നെ ഇവരെന്ത് ചെയ്തു, വെള്ളം അകത്ത് വെള്ളമാണെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ ആ കെട്ടൊക്കെ പൊട്ടിച്ച് നിരത്തിയിട്ടിട്ട് ഉണ്ടോ, ഇത് കെട്ടിയ സാധനമാണ് കേട്ടോ, ഒരു ഷീറ്റ് പോലെ കിടക്കല്ലേ, കെട്ടിയിട്ട സാധനം നേരത്തെ കെട്ടിയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് അടി പോലും വെള്ളം കണ്ടോ, ഇത് നനവുണ്ട് ഈ സാധനം, നനഞ്ഞാണ്. ഇതൊന്നും നമുക്കങ്ങനെ ഉണ്ടോ, അടിയിലൊക്കെ നനവുണ്ട്. ഇതൊന്നും കർഷകർക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റില്ല. ഇവരിപ്പോൾ ഇത് വീണ്ടും റോൾ ചെയ്തിട്ട് കൊടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അതിനെന്ത് വേണം, ഒന്ന് ഇളക്കിയിട്ട് കെട്ടണം, അപ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതവർക്ക് ചെയ്യണ്ടോയെന്നറിയില്ല. എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് അറിഞ്ഞുകൊണ്ട് കൊണ്ടുപോകാം, ഇങ്ങനെയൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എടുക്കാം, അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വന്ന സൈറ്റേ അവിടെ നമുക്ക് കൊള്ളൂല, സാധനം പോരാ. വെള്ളത്തിൻ്റെ നനവും കാര്യങ്ങളും വെള്ളത്തിൽ കിടന്ന സാധനമൊക്കെയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കർഷകർ നിസ്സഹായരാണ് ഇവിടെ. ഏതായാലും നമുക്ക് പുള്ളി വേറെ ഇക്കണ്ട്, അവിടെ പോയി നോക്കാം. ഈ റസാക്കാന്ന് പറയും കണ്ടോ, ഇവിടെയൊക്കെ മൊത്തം വെള്ളം കേട്ടോ. ആ കൂനായി കിടക്കുന്നതൊക്കെ വൈക്കോലുകളാണ്, അതൊക്കെ വെള്ളത്തിൽ ചപ്പിപ്പോയി, ഇനിയൊന്നും നടക്കത്തില്ല. ഇപ്പോൾ നമ്മൾ റസാഖാനെ കിട്ടിക്കഴിഞ്ഞാലേ, നമ്മൾ റസാഖ് ഭായിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിഷമമൊന്നുമില്ല, ഉഷാറായിട്ട് കാര്യങ്ങൾ നടക്കും ഇൻഷാ അല്ലാഹ്. നമ്മൾ മൊത്തം എല്ലായിടത്തും വെള്ളമാണ്, ഇപ്പോൾ മനസ്സിലായില്ലേ, ഇതാണ് അവസ്ഥ. അപ്പോൾ കണ്ടെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട് സൈറ്റിൽ. ഇവിടെ വൈക്കോലൊക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, സൂപ്പർ വൈക്കോലാണ്. പക്ഷേ ഇവിടെ കണ്ടത്ത് കൂടെ നമ്മളെ വണ്ടി ഓടൂല. അങ്ങനെ പ്രശ്നമാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് ഓല് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഓലെ ട്രാക്ടറിൽ കയറ്റി റോഡിലേക്ക് അടുപ്പിച്ച് തരികയാണെങ്കിൽ നമ്മളും കൂടി കൊടുത്തിട്ടൊക്കെ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ലോഡ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെയും നമ്മൾ പരാജയപ്പെടും. കിട്ടിയ അടിപൊളി വൈക്കോലാട്ടോ, സൂപ്പർ വൈക്കോലാണ്, നല്ല കച്ചറല്ലാത്ത വൈക്കോലാണ്. വാങ്ങുന്നവനും മെച്ചമായിരിക്കും. നല്ല വെയിറ്റ് ഉണ്ട്, കെട്ട് നനവൊന്നുമില്ല, നല്ല അടിച്ചപ്പൊളി വൈക്കോലാണ്. പക്ഷെ നമ്മളെ വണ്ടി കണ്ടത്ത് കൂടെ ഓടൂല, അവരിവിടെ സഹകരിക്കണം എന്നാണ്. ഇത് കുഴപ്പമില്ല, നല്ല സെറ്റപ്പാണ്. ഇവിടെയുള്ള സാഹചര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം നിന്നിട്ടില്ല, കണ്ടത്തിൽ കുറച്ച് ഹൈറ്റുള്ള സ്ഥലമാണ്, പെട്ടെന്ന് വെള്ളം വലിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ആളുകൾ രക്ഷപ്പെട്ടു. ഇതൊരു കരഭാഗമാണ്, റോഡ് സൈഡാണ്, അതുകൊണ്ടായിരിക്കാം, തെങ്ങും തോപ്പാണ്. എന്തായാലും നോക്കട്ടെ എങ്ങനെ സാഹചര്യം. അവളേ എന്തായാലും കഴിക്കാൻ വേണ്ടി നിർത്തിയാട്ടോ അവിടെ. റസാഖ് ഞങ്ങളെ കൂടെ ഉണ്ട്, കുരിശ്ശേരി പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ പാലക്കാട് ഇവിടേക്ക് വേറെ ചെയ്ത റൂട്ട് കുരിശ്ശേരിന്ന് പാലക്കാട് റൂട്ട്. അപ്പോൾ സമയം 2:30 മണി കഴിഞ്ഞ് 3 മണി ആകാനായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ, ഒന്നും കഴിച്ചിട്ടില്ല. എങ്ങനെ അപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിൽ വേണ്ട, പൊറോട്ട ആവണോ? നിങ്ങളെന്തേലും തരും, ഉള്ള തരും, ഒക്കെ ഹാഫ് മതി. പീസാക്കി പീസ്. ഇവിടെ നമ്മളെ നാട്ടിൽ മാതിരി മലപ്പുറം ബിരിയാണി അല്ല, ഇവിടെ റൈസും പീസും ഒക്കെ ഉണ്ട്. ഒരു പറച്ചിൽ ബിരിയാണി, ബീഫില്ല, ചിക്കനൊക്കെ. ബീഫൊന്നും ശരിയാവില്ല, ചിക്കന് ശരിയാവുള്ളൂ. അപ്പോൾ ഉള്ള റൈസ് കഴിക്കാം. നമുക്ക് നല്ല ഭക്ഷണം ഇപ്പോൾ ഇനി കിട്ടും തോന്നില്ല, കിട്ടണ കഴിക്കാം. ഒരു റൈസായിരിക്കും അത്രയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും ശരി, ഞങ്ങളൊന്ന് വണ്ടി കയറി ഇല്ല, അതിന് ഒരു രക്ഷയില്ലല്ലോ.
പാലക്കാട് വന്നിട്ട് എണ്ണ അടിച്ച് വന്നിട്ട് ചുമ്മാ ലോഡ് എടുക്കാതെ പോണ ദിവസം വിളിക്കായിരുന്നില്ല നാട്ടിൽ അതിന് നിങ്ങളെ ഇക്കാൻ്റെ നമ്പർ വേണ്ടേ? ആരും നമ്പറില്ല. തൗഫീഖിന്റെ നമ്പറൊക്കെ ഇപ്പൊ കട്ടായി പോയി. ഫേസ്ബുക്കിലൊക്കെ കിട്ടുന്നത് ഇനി പോവില്ല. പക്ഷെ എനിക്ക് കുറച്ച് നേരത്തെ വരണ്ടായിരുന്നു ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം എടുത്തോടെ കംപ്ലീറ്റ് വെള്ളമാണ്. അതെ അതെ അതെ. എല്ലാ ഭാഗത്തും. അപ്പോൾ പാലക്കാട് മൊത്തം വെള്ളമാണ് കേട്ടോ. അങ്ങനെ വെള്ളപ്പൊക്കമൊന്നുമല്ല, കണ്ടത്തിൽ പാടത്ത് മൊത്തം വെള്ളമാണ്. അതാണ് നമ്മൾ. അപ്പോൾ നമ്മളെ ഏർപ്പാടുകൾക്ക് അടി കിട്ടിയതുപോലെയാണ്. കുഴപ്പമൊന്നുമില്ല, അല്ലെന്നില്ല, മഴയൊന്നുമില്ല നാട്ടിൽ. ഒന്നിനെ നല്ലതാകുമ്പോൾ മറ്റൊന്നിന് അഴുക്കാവും. അപ്പോൾ അതാണ് മക്കളെ. പുലിശ്ശേരിത്തെ ബിരിയാണി റൈസും പീസും. പീസല്ല കറി. അത് ബിരിയാണിയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അവിടെ. വലിയ ബിരിയാണി ഒന്നും പറയാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ബിരിയാണിയാണ്. അപ്പോൾ ചെങ്കളെ എന്താ കാര്യം എന്നറിയോ? സംഗതി പണിപാളി. ഇപ്പം ഞങ്ങൾ മടങ്ങാണ്. അപ്പോൾ നമുക്ക് ലോഡ് എടുക്കാൻ പറ്റിയില്ല, മൊത്തം വെള്ളത്തിലാട്ടെ എല്ലാം. ഞാനെന്തായാലും ഇത് രണ്ടും കൽപ്പിച്ച് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ റിട്ടേൺ വരേണ്ടി വരും. ചിലപ്പോൾ നമ്മളെ എണ്ണ പൈസ പോവും, ചില പൈസ പോവും. അപ്പോൾ ഉറപ്പാണ്, നമ്മൾ ഉറപ്പിച്ചൊരു കേസാണ്. അപ്പോൾ നമുക്ക് വിധിച്ചതേ ഉണ്ടാവുള്ളൂ, കൊതിച്ചതൊന്നും കിട്ടൂല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ പ്ലാനിങ് ഉണ്ടായിരുന്നു, ലോഡ് കിട്ടിയാൽ എടുക്കാം, ഇല്ലെങ്കിൽ എന്താവും, എണ്ണ പൈസ പോവും, ചില പൈസ പോവും. ഇതൊക്കെ നമുക്കറിയായിരുന്നു. ഇൻഷാ അല്ലാഹ് അല്ലല്ല അല്ലാ കരീം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി വിശേഷങ്ങളുമായിട്ട് പിന്നീട് വരാം. ഓക്കെ.